അതെ, സൗമ്യമുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? ആ ബ്രോക്കർ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നു. അവളുടെ കല്യാണത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിരുന്നു. അതെങ്ങനെ? റിച്ച് വാലി ക്രൂസിൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതാണ്. ആഹാ, ഞാൻ മനസ്സിൽ കണ്ട് നിങ്ങൾ മാനത്ത് കണ്ടു അല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട്. ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റിച്ച് വാലി ക്രൂസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പേർഷ്യൻ ടവേഴ്സ്, ഒളിയോരം, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 0487 20 80856. KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാൻ ഇപ്പോഴും VT ബൽറാം തന്നെയെന്ന് വ്യക്തത വരുത്തി KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. വിവാദമായ എക്സ്പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ VT ബൽറാം രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗമായി എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റുകൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് പാർട്ടി അനുഭാവികളായ ഒരു കൂട്ടം പ്രൊഫഷണലുകളാണ്. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ തയ്യാറാക്കുക എന്നതാണ് അവർക്ക് നൽകിയ ചുമതല. ദേശീയ വിഷയങ്ങളിൽ പോസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ AICCയുടെ നിലപാടുകൾക്കും നിർദ്ദേശങ്ങൾക്കുമനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ DMCയുടെ ചുമതല വഹിക്കുന്ന KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമും പാർട്ടി നേതൃത്വവും എക്സ് പ്ലാറ്റ്ഫോം ടീമിനോട് അതിലെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കുകയും ആ പോസ്റ്റ് പാർട്ടി നിലപാടിന് വിരുദ്ധമായതിനാൽ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവർ അതനുസരിച്ച് പോസ്റ്റ് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിനെ ചില മാധ്യമങ്ങൾ VT ബൽറാമാണ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തതെന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. VT ബൽറാമിനെ പോലൊരാളെ വിവാദത്തിലാക്കാനും തേജോവധം ചെയ്യാനുമുള്ള ഒരവസരമാക്കി മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കളും ചില മാധ്യമങ്ങളും ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. വിവാദമായ എക്സ്പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ VT ബൽറാം രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. KPCC വൈസ് പ്രസിഡന്റായ ബൽറാം അധിക ചുമതലയായി വഹിക്കുന്ന DMC ചെയർമാൻ പദവിയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം അനുസരിച്ച് വരുന്ന പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ പാർട്ടിയുടെ അജണ്ടയിലുണ്ട്. ബീഹാറിൽ ജനാധിപത്യ അട്ടിമറിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വലിയ പോരാട്ടത്തിന് ഒരു വാക്കുകൊണ്ടുപോലും പിന്തുണയറിയിക്കാതെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും BJP സൃഷ്ടിക്കുന്ന വിവാദങ്ങളുടെ പ്രചാരകരാവുന്നത് അപഹാസ്യമാണ്. കോൺഗ്രസിലെ ജനപിന്തുണയുള്ള നേതാക്കളെ നിരന്തരം വിവാദത്തിൽപ്പെടുത്തി ആക്രമിക്കാനുള്ള CPMന്റെയും വാടക മാധ്യമങ്ങളുടെയും കുത്സിക നീക്കങ്ങൾ തികഞ്ഞ അവജ്ഞയോടെ KPCC തള്ളിക്കളയുന്നു. സണ്ണി ജോസഫ് പ്രസ്താവിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.